സമാധി വിവാദത്തെ തുടർന്ന് നെയ്യാറ്റിൻകരയിൽ കല്ലറ തുറന്ന് പുറത്തെടുത്ത ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഹൃദയവോൾവിൽ 2 ബ്ലോക്ക് ഉണ്ടായിരുന്നുവെന്നും പ്രമേഹം ബാധിച്ച് കാലുകളിൽ മുറിവുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം ഈ അസുഖങ്ങൾ മരണകാരണമാണോ എന്ന് വ്യക്തമാകണമെങ്കിൽ ആന്തരിക പരിശോധനാ ഫലം ലഭിക്കണമെന്ന് ഫോറൻസിക് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗോപന്റെ മരണം വിവാദമാവുകയും കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തുകയുമായിരുന്നു. നേരത്തെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം അസ്വാഭാവികതയില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 17-നായിരുന്നു കല്ലറ തുറന്ന് ഗോപന്റെ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് പോസ്റ്റ്മോർട്ടത്തിലേക്ക് നയിച്ചത്. കുടുംബത്തിന്റെ എതിർപ്പ് അവഗണിച്ചായിരുന്നു മൃതദേഹം പുറത്തെടുത്തത്. അന്നേ ദിവസം രാവിലെ 9 മണിയോടെയാണ് പോലീസും ജില്ലാ ഭരണകൂടവും നടപടികൾ പൂർത്തിയാക്കിയത്. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ അസ്വാഭാവികത ഇല്ല എന്ന് വ്യക്തമായതോടെ മകൻ സനന്ദൻ പ്രതികരണവുമായി രംഗത്തെത്തുകയായിരുന്നു. തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് വ്യക്തമായെന്നും വളരെയധികം വിഷമമുണ്ട് എന്നും സനന്ദൻ പറഞ്ഞു. ആന്തരിക അവയവ പരിശോധനാ ഫലങ്ങൾ കൂടി വന്നാലേ മരണകാരണം വ്യക്തമാകുള്ളൂ എന്നാണ് പറയുന്നത്. അത് വന്നാലും പേടിക്കാനില്ല, അച്ഛൻ മഹാസമാധിയായതാണ്. ഇതിന് തടസ്സം നിന്നവർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നും മകൻ പറയുകയാണ്.